ഇന്നത്തെ ഒരു കോസി ഡേ അല്ലെങ്കിൽ ഫ്ലോപ്പ് ഡേക്ക് എല്ലാവർക്കും സ്വാഗതം. പനിയായിരുന്ന കാരണം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് എനിക്കൊന്നും കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം തീരാനാണ് ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയത്. എപ്പോഴും വെറൈറ്റി ആയിട്ട് കുക്കിങ്ങിൽ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാനിപ്പോൾ ഈ ഐറ്റംസൊക്കെ കട്ടാക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് റെസിപ്പി പറയാത്തതെന്ന്. പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇതൊരു ഫ്ലോപ്പ് ഐറ്റമായിരുന്നു. ആ ഒരു കാരണത്തോണ്ട് തന്നെ എൻ്റെ ഫുൾ മൂഡ് അങ്ങോട്ട് പോയി. ആ റെസിപ്പി ഫ്ലോപ്പ് ആയതുപോലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ബട്ട് എന്താണ് ഉണ്ടായെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഫുള്ളായിട്ട് ഫ്ലോപ്പായി പോണത്. ഇവിടം വരെ നിങ്ങൾക്ക് എൻ്റെ ഒരു അടിപൊളി റെസിപ്പിയുടെ കോൺഫിഡൻസ് ഒക്കെ കാണാൻ പറ്റും. വിഷമം ഒട്ടും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും സാരമില്ല, യു ആർ സ്റ്റിൽ ലേണിംഗ് എന്നാണല്ലോ. എന്തായാലും ആ ഫ്ലോപ്പായ മൂഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കിച്ചണിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ലൈറ്റ് ഹൗസ് കാണാനാട്ടോ. ഞാനിതിൻ്റെ ഷോർട്സായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനും എൻ്റെ ബ്രദറും ഹസ്ബൻഡിൻ്റെ ബ്രദറും ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോയത്. ഹസ്ബൻഡിൻ്റെ വീട് കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് തന്നെ അവർ മുന്നേ ഇവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഞാൻ അതുകൊണ്ട് അവരെ മുഖത്ത് കണ്ടില്ല. അതുമാത്രമല്ല, ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല, കുറേ സ്റ്റെപ്സൊക്കെ കയറാനുണ്ടായിരുന്നു. പിന്നെ നേരെ അതിൻ്റെ തൊട്ട് ബീച്ചുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ചിൽ കയറിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. പുറത്തുനിന്ന് ഞങ്ങൾ ലൈറ്റായിട്ട് കഴിച്ചെങ്കിലും വീട്ടിൽ മാഗി ഉണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് മാഗി ആക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ഐറ്റം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങനത്തെ വെറൈറ്റി ഒന്നും ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണില്ല. എന്നാലും മാഗി നൂഡിൽസൊക്കെ സാധാരണ ഉണ്ടാക്കണേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. ഇത് ഫ്ലോപ്പ് ഒന്നല്ല കേട്ടോ, ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ. നൂഡിൽസൊക്കെ സെപ്പറേറ്റ് ഇതുപോലെ വെള്ളത്തിലിട്ട് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണേ. ശരിക്ക് അടുക്കളയിൽ കയറുമ്പോൾ ഒരു വിഷമം. രാവിലെ ആ ഫ്ലോപ്പായത് തന്നെ എൻ്റെ മൈൻഡിലേക്ക് പിന്നെയും വരികയാണ്. അതൊക്കെ പോട്ടെ, അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെ സബോളയും എഗ്ഗും സോസൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലത്തെ ആ മസാല പാക്കറ്റിലത്തെ മസാല ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു മസാലയും കൂടി സെറ്റാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ നൂഡിൽസ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മല്ലിയില ഇട്ട് കൊടുക്കാൻ മറക്കണ്ട, അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് നല്ല ടേസ്റ്റ് തരും. ഇതേപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല പണിയുണ്ടെന്ന്. പക്ഷെ അത്ര പണിയൊന്നുമില്ല, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അത്ര ഹെൽത്തി ഒന്നും അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട.